ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനയ്ക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ. അനശ്വരനായ തമ്പുരാനെ, ഞാൻ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. നീ തന്ന കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മാത്രപ്പെടുത്തി അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, ഇന്ന് നീ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അസ്വസ്ഥപ്പെടേണ്ട എന്ന് അരുൾ ചെയ്യുന്നുവല്ലോ. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഈ വിശ്വാസമാണ് ഞങ്ങൾക്ക് ശക്തി, ഈ വിശ്വാസമാണ് ഞങ്ങൾക്ക് കൃപ, ഈ വിശ്വാസത്തിലാണ് ഞങ്ങളുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരുപാട് അസ്വസ്ഥകളുമായി കഴിയുന്ന ഞങ്ങളെ ഓരോരുത്തരും അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഭയങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആകുലതകൾ, മക്കളെക്കുറിച്ചുള്ള ആകുലതകൾ, കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതകൾ, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ അസ്വസ്ഥപ്പെടുന്നുണ്ട്. ഈ അസ്വസ്ഥയെല്ലാം അങ്ങേറ്റെടുത്ത് അങ്ങയുടെ കൃപയാൽ നിറച്ച് അങ്ങയുടെ സാന്നിധ്യം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ സാന്നിധ്യവും നിന്റെ സാമീപ്യവും അനുഭവിച്ചറിയുന്ന ഞങ്ങൾ കൂടുതൽ കൂടുതൽ അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ച് ജീവിക്കുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. നീ എൻ്റെ പ്രിയപുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയെന്ന് സങ്കീർത്തനത്തിലൂടെ അങ്ങ് അരുൾ ചെയ്യുന്നുവല്ലോ. ഞങ്ങൾക്ക് പുതുജന്മം നൽകി, ഞങ്ങളെ പുതിയ ഹൃദയം, പുതിയ ചൈതന്യം നൽകി എല്ലാ അസ്വസ്ഥകളും ഏറ്റെടുക്കുന്ന കാരണവാനായ കർത്താവെ, അങ്ങയെ സ്തുതിച്ചാരാധിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈ ദിവസത്തെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങയുടെ കാരുണ്യവും സ്നേഹവും ചൈതന്യവും നിലനിർത്തി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം. ഈ ഇത് ശ്രവിക്കുന്ന എല്ലാവരെയും അങ്ങ് തിരുക്കരമുയർത്തി അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. അർപ്പിക്കും ഈ കാഴ്ചകൾ അങ്ങേ സന്നിധിയിൽ, അർപ്പിക്കും ഈ കാഴ്ചകൾ അഭിരാമ്യങ്ങൾ പാടാം. ആരാധന ആരാധന